കളികളിലൂടെ ഗണിതം ആസ്വദിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്ന മൈ ലവ്ലി മാത്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, യുവർ ആലീസ് ടീച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ യു to teach interesting games in mathematics, to learn the hard spots you face in mathematics. വളരെ കഠിനമായ ഗണിത ആശയങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്ന് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. മൈ ലവ്ലി മാത്സ്. വളരെ 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 ഇമ്പോർട്ടൻ്റായ 6 ജോഡിക്കോണുകൾ, 6 ഇമ്പോർട്ടൻറ്റ് ആംഗിൾ പെയേഴ്സ്, നോട്ട് ആംഗിൾ, ആംഗിൾ പെയേഴ്സ്. ഏതൊക്കെയാണ്? ഈ ഗെയിം കളിക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? 6 ജോഡി പ്രയാസമേറിയ ജോഡിക്കോണുകൾ, സ്റ്റിക്കി നോട്ട്സ്. നോക്കൂ, ഓരോ ഗ്രൂപ്പിനും വേറെ വേറെ നിറത്തിലുള്ള സ്റ്റിക്കി നോട്ട്സ് വേണം. മഞ്ഞ, പച്ച, ചുവപ്പ്, ഇങ്ങനെ പല കളറുകളിലുള്ള സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ ഗ്രൂപ്പിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റിക്കി നോട്ട്സ്. ദെൻ ബോർഡ്സ് വി നീഡ് ഡിഫറെൻറ്റ് ബോർഡ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എഴുതിയ ആൻസേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നതിനുള്ള ബോർഡ് ഓരോ ഗ്രൂപ്പിൻ്റെ പേരെഴുതി തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, സോ സ്റ്റിക്കി നോട്ട് ആൻഡ് ബോർഡ്, ദീസ് ആർ നീഡഡ് ടു പ്ലേ ദിസ് ഗെയിം. അണ്ടർസ്റ്റുഡ്? See, 2 yellow lines are cut at a point, then 4 angles are formed. We can see vertically opposite angles or എതിർകോണുകൾ here. Boy and girl make a pair of vertically opposite angles അഥവാ എതിർകോണുകൾ. അതേപോലെ Tom and Jerry, they are vertically opposite angles and എതിർ. Now see this line, one green line, the angle over a line is 180. Are you sure? Angle over a line is 180 degree. Make it sure angle over a line is 180 degree. Now let us see what happens. Yes, it is cut into 2 parts by a red line. Red line cuts the 180 degree into 2 parts. Then one angle is Dora and the other angle is Buji. Then what is the sum of Dora and Buji? 180. They are called linear pairs, Rekhiya Jodi. What is the specialty of linear pairs? The sum is 180 degree. Yes, here these are the heroes of today's game. That is 6 pairs of angles, 6 ജോഡി കോണുകൾ, എതിർകോണുകൾ, രേഖീയ ജോഡി, സമാന കോണുകൾ, മറുകോണുകൾ, ആന്തരസഹകോണുകൾ, ബാഹ്യസഹകോണുകൾ. അവയുടെ പ്രത്യേകതയും വലതുഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇവ ഓരോന്നും കണ്ടാൽ തിരിച്ചറിയുക, അവയുടെ പേരറിയുക, അവയുടെ പ്രത്യേകത അറിയുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൃത്യമായി റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ഗെയിം നമുക്ക് സുഖമായി ജയിക്കാവുന്നതാണ്. ഏത് ടീമിനാണോ ഈ കോണുകളെ കണ്ടാൽ വേഗത്തിൽ തിരിച്ചറിയുന്നത്, ഈ കോണുകളുടെ പേരറിയുന്നത്, ഈ കോണുകളുടെ പ്രത്യേകതകൾ അറിയുന്നത്, ആ ടീമായിരിക്കും ഈ ഗെയിമിൽ വിജയിക്കുന്നത്. യെസ്, ഗെയിം സ്റ്റാർട്ട്സ്. നമ്മൾ നേരത്തെ കണ്ടു പരിചയിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. ചിത്രത്തിൽ 12 കോണുകളുണ്ട്. കോണുകൾ ഓരോന്നും ഓരോ സ്റ്റാറുകളുടെ കയ്യിലാണ്. അവർ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് സ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട്. 2 സ്റ്റാറുകളെ തിരഞ്ഞെടുക്കുക, 2 സിനിമാ നടനെ തിരഞ്ഞെടുക്കുക. 2 പേരെ ഒരു സമയം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അവർ ഏത് തരം കോണാണെന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രത്യേകത മനസ്സിലാക്കുക, അവരുടെ പേര് മനസ്സിലാക്കുക. ഇതേപോലെ നിങ്ങളുടെ സ്റ്റിക്കി നോട്ടിൽ അത് രേഖപ്പെടുത്തുക. നടന്മാരുടെ പേര്, അവയുടെ പ്രത്യേകത. ഇത് സ്റ്റിക്കി നോട്ടിൽ അടയാളപ്പെടുത്തിയാൽ ഉടൻ ഒരൊറ്റ ഓട്ടം നേരെ പോയി നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബോർഡിൽ ഇത് ഒട്ടിക്കുക. തിരിച്ച് വീണ്ടും ഓടി വരിക. അടുത്ത 2 നടന്മാരുടെ അല്ലെങ്കിൽ 2 കോണുകൾ തിരഞ്ഞെടുക്കുക. ആ കോണുകളുടെ പേരറിയുക, അവയുടെ പ്രത്യേകത അറിയുക. ഓക്കെ, സോ നിങ്ങൾ
ആരാണോ ഏറ്റവും കൂടുതൽ കോണുകൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ബോർഡിൽ ഒട്ടിക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിൻ്റെ വിജയികൾ. ഓക്കെ, അപ്പോൾ ആദ്യം 6 ജോഡി കോണുകളെ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യുക. നമുക്ക് ഗെയിം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.